നമസ്കാരം. സുഖമാണോ? എന്താ പിന്നെ നമസ്കാരം തിരിച്ചു പറയാതെ? പറയുന്നൊന്നും വന്നില്ല. വോട്ട് തീരുമാനമൊക്കെ ആയോ? കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ മറ്റവരൊക്കെ വന്ന് പറയുന്ന കുറെ കാര്യങ്ങളുള്ളത് കൊണ്ട് അത് വെറും കുത്തിത്തിരിപ്പ് ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് അവരെ വിമർശിക്കാനും പോകുന്നില്ല. പക്ഷെ ഒരു ഇലക്ഷൻ വരുമ്പോ നമ്മൾ എന്തൊക്കെയാണ് പരിഗണനയ്ക്ക് എടുക്കുന്നത് അല്ല ആലോചിക്കണ്ട. വെറുതെ നമുക്കൊരു ഇഷ്ടത്തിന്റെ പുറത്ത് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമോ അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ കക്ഷിയോടുള്ള ഇഷ്ടമോ ഇതൊക്കെയാണോ പരിഗണിക്കുന്നത്? ആ വ്യക്തിയിൽ ഒരു വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കും അല്ലെ? പ്രാപ്തിയുണ്ട്. ഏറ്റെടുത്താൽ ഒരു മണ്ഡലം, ഒരു അസംബ്ലി മണ്ഡലത്തിന് മേലെ, ഒരു പഞ്ചായത്ത് വാർഡിന് മേലെ, ഒരു കോർപ്പറേഷന് മേലെ, മുനിസിപ്പാലിറ്റിക്ക് മേലെ 7 അസംബ്ലി മണ്ഡലങ്ങൾ അടങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ മാത്രം പോകുന്ന ഒരു പ്രവർത്തന മികവ് ഇയാൾക്കുണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതൊക്കെയല്ലേ പരിശോധിക്കുന്നത്? ഇതൊക്കെയല്ലേ പരിശോധിക്കണ്ടേ? ആണോ? അത് പരിശോധിക്കാത്തതിന്റെ കുഴപ്പം ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അതുകൊണ്ട് മാത്രമാണ്. തമിഴ്നാടിന് നമ്മൾ നോക്കും. തമിഴ്നാട് ഒരിക്കലും കോൺഗ്രസ് എന്ന് മരിച്ചു വീണോ അന്ന് മുതൽ തമിഴ്നാട്ടിൽ ഒരുപക്ഷെ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടാവും. പക്ഷെ കേന്ദ്ര ഭരണത്തിന് പിന്തുണ എന്ന് പറയുന്നത് ശക്തമായി കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അവിടെ വന്നിട്ടില്ല. പക്ഷേ കേന്ദ്ര ഭരണത്തിന്റെ നൈപുണ്യം, അതിന്റെ നന്മ തമിഴ്നാട്ടിൽ ഏതളവിൽ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ട് പഠിക്കണം. അവരവരുടെ കാര്യസാധ്യത്തിനും എടുക്കാനാണ്. കേരളത്തിന് അത് സാധിച്ചു. കേരളത്തിലെ അടക്കമുള്ള കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാർഷിക നിയമം കൊണ്ടുവന്നു. ഉടനെ പ്രമേഹം പാസാക്കി അല്ലേ? പ്രമേയം CAA വന്നു. ഉടനെ പ്രമേഹം പാസാക്കി. അങ്ങനെ ആധുനിക ജീവിതത്തിന് ഓരോ രാജ്യത്തിനും എന്തൊക്കെ നിയമത്തിന്റെ രൂപത്തിലായാലും അതിന്റെ നടത്തിപ്പിന്റെ രൂപത്തിലായാലും ആ ബലത്തിൽ എന്താണ് എന്റെ കുടുംബത്തിന്റെ അംഗബലം, എന്തായിരിക്കണം ഈ കുടുംബത്തിനുള്ള വരവ്, ചെലവ് കഴിഞ്ഞ് എന്താണ് മിച്ചം വെപ്പ് എന്ന് പറയുന്ന നോട്ടം ഈ രാജ്യത്തിനുണ്ട് ഇല്ലേ? അപ്പൊ അതിലേക്കൊക്കെ വളരെ വ്യക്തമായ ദിശാബോധത്തോടുകൂടി പൗരന്മാരുടെ മാത്രം ക്ഷേമം ഉദ്ദേശിച്ച് ചില നിയമങ്ങൾ വരുമ്പോൾ പ്രമേഹം പാസാക്കിയാൽ പിന്നെ ആ പ്രമേഹം അങ്ങ് ക്യാൻസർ ആവും. അത് മാത്രമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കുറെ കണ്ണീർ പുഴ എന്ന് പറയുന്നത് കണ്ണീർ ചോരപ്പുഴയായ കരുവന്നൂരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കരുവന്നൂർ തൃശൂർ മാത്രമാണോ ആ ചോരപ്പുഴ ഒഴുക്കിയത്? കേരളത്തിലെ 100 കണക്കിന് ബാങ്കുകളിൽ ഈ അധമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളന്മാരെയാണ് നിങ്ങൾ പിടിച്ചവിടെ ഇരുത്തിയിരിക്കുന്നത് ഭരണത്തിന്. കരുവന്നൂര് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുതലാളിമാർ അങ്ങ് തിരുവനന്തപുരത്ത് ഇരിക്കുന്നവരടക്കം കള്ളന്മാരെയാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. ചോദിച്ചാൽ പറയും മോദി കൊടുക്കണമെന്നാണ്. എന്നാ പിന്നെ മോദി കേരളം ഭരിച്ചാൽ പോരെ? അത് നിങ്ങൾ തീരുമാനിക്കും. 26-ന് ഏപ്രിൽ 26-നും തീരുമാനിക്കുക, 2026-ലും തീരുമാനിക്കുക. ചിലപ്പോ അതിന് മുമ്പ് തന്നെ വരും ആ തെരഞ്ഞെടുപ്പ്. ആ രീതിയിലാണ് മൂക്കുപൊത്തി വീണുകൊണ്ടിരിക്കുന്നത്, മൂക്കിടിച്ചു വീണുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ തൃശ്ശൂരിലേക്ക് ഞാൻ വീണ്ടും വരുന്നു, ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ വോട്ടിന്റെ മൂല്യം എത്രയാണ് അവര് കൽപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ എത്രയാണ് ആ 2 രാഷ്ട്രീയ കക്ഷിയിലും പെട്ട 2 തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും നിങ്ങളുടെ ലഭ്യതകളിലേക്ക് എത്ര അളവിൽ തന്നു, എന്തൊക്കെ തന്നു? 2024 വികസനത്തിന്റെ പുതിയ രേഖ കുറിക്കുമ്പോൾ അങ്ങനെ വന്ന് തൊടാൻ പാകത്തിന് തൃശ്ശൂരിനെ ഉയർത്തി വെച്ചോ? 2029 തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അങ്ങനെ ഒരു ഉയർപ്പ് തൃശ്ശൂരിന് വേണമെങ്കിൽ താമര വിരിയിക്കൂ, കേരളത്തിൽ തൃശ്ശൂരിലും. വലിയ വലിയ മാറ്റമാണ് അത് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ മാറി മാറി പാച്ചുവിനും ഗോപാലിനും കുത്തിക്കൊണ്ടിരുന്നാൽ നടക്കില്ല. പാച്ചുവും ഗോപാലിനും മാറി മാറി ഈ വോട്ട് വാങ്ങി നിങ്ങളുടെ ജീവിതം ഏത് വഴിക്ക് നയിച്ചു, നിങ്ങളിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ ഒരിക്കലും ഈ പാച്ചുവിനും ഗോപാലിനും മേലെ എന്ന് പറയുമ്പോൾ തേനും പാലും ഒഴുക്കുന്ന മറ്റൊരു പാച്ചുവായിട്ടോ ഗോപാലിനായിട്ടോ അല്ല വരാൻ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് മുഴുവൻ നന്മയുള്ള വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, അടിസ്ഥാന ജീവിതത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലായാലും തൃശ്ശൂർ ജില്ലയിലെ തന്നെ, തൃശ്ശൂരിൽ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന MP ഞാനാണെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ വിഷയങ്ങളിൽ ഇടപെടുന്ന മുൻകൈ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത്. അതിനപ്പുറം ഒരു വാഗ്ദാനം ഇല്ലല്ലോ, അല്ലേ? ഉണ്ടോ? കേരളത്തിന്റെ അംബാസിഡർ ആയിരിക്കും ഞാൻ. അതുപോലെ